ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഐഫോണിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്ട്സ് എല്ലാം വരുമ്പോൾ, അതായത് ഒരേ കോണ്ടാക്ട്സ് രണ്ട് വട്ടം എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ മെർജ് ചെയ്യാൻ പറ്റുമെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇതുപോലെ കോണ്ടാക്ട്സിൽ ഇത്തരത്തിലെല്ലാം കാണാറുണ്ട്. അതായത് ഒരേ കോണ്ടാക്ട്സ് മൾട്ടിപ്പിൾ ടൈം എല്ലാം വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ എങ്ങനെയാണ് ഇത് മെർജ് ചെയ്യുന്നത് എന്ന് നോക്കാം. iOS 16 ശേഷം ഇത് വളരെ ഈസിയായി നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ കോണ്ടാക്ട്സ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇവിടെയാണ് സാധാരണ നമുക്ക് നമ്മുടെ കോണ്ടാക്ട്സ് എല്ലാം കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇതിനു മുകളിലായി ഒരു മെസ്സേജ് കാണിക്കും. അതായത് 824 ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്ട്സ് ഫൗണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും എൻ്റെ കോണ്ടാക്ട്സിൽ ഒരേ നെയിമിൽ തന്നെ പല കോണ്ടാക്ട്സ് ആഡ് ആയിട്ടുണ്ട്. ഇത് ഇത്തരത്തിൽ വരാൻ കാരണം എൻ്റെ ഐഫോണിൽ നേരത്തെ തന്നെ കുറച്ച് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ ആൻഡ്രോയിഡ് ഫോണിലുള്ള കുറച്ച് കോണ്ടാക്ട്സ് കൂടി ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. അതിനാൽ തന്നെ ഇതിൽ രണ്ടിലുമുള്ള കോണ്ടാക്ട്സ് ഇത് ഇവിടെ റിപ്പീറ്റ് ചെയ്തു വന്നിരിക്കുകയാണ്. അതിനാൽ തന്നെ നമുക്ക് ഇത് മെർജ് ചെയ്താൽ മാത്രമാണ് നമുക്കിത് കറക്റ്റായി നമ്മുടെ കോണ്ടാക്ട്സ് എല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കുക. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 824 ഡ്യൂപ്ലിക്കേറ്റ്സ് കോണ്ടാക്ട് ഫൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമുക്ക് താഴത്തായി മെർജ് ഓൾ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം മെർജ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ മുകളിലായി മെർജ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കോണ്ടാക്ട്സും മെർജ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ആയ കോണ്ടാക്ട്സ് ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ iOS 16 എല്ലാമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈസിയായി നിങ്ങളുടെ കോണ്ടാക്ട്സ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ മെർജ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്